കലാപകലുഷിതമായ കാശ്മീരിലാണെങ്കിലും കാന്തപുരത്തിന് പറയാനുള്ളത് ഒന്നു മാത്രം, മാനവികതയെ ഉണർത്തുക. टेररिज्म मुसलमान से बहुत दूर है, इसलिए मुसलमान हुजूर अकरम सल्लल्लाहु अलैहि वसल्लम का इत्तिबा और पैरवी करने वाला. हुजूर के बारे में कुरान का इरशाद है, फबिमा रहमतिन मिनल्लाहि लिंत लहुम वलौ कुंत फल्लन गलीज़ल क़ल्बि लंफज़्ज़ू मिन हौलिक. अये महबूब, आप टेररिस्ट नहीं है, आप तो दहशतगर्दी का पसंद करने वाला नहीं है, लेकिन आपने इंसानियत की कीमत लोगों को पढ़ाने वाला है, नरमी से लोगों से वाबस्ता रखने वाला है. इसलिए इस्लाम में बहुत लोग दाखिल हुआ. अगर आप टेररिस्ट हो तो दहशतगर्दी का काम करने वाला हो तो लोग आपके सामने नहीं आए थे. ये तो कुरान का इरशाद है. अल्हम्दुलिल्लाह, ये इरशाद की बहुत बड़ी अलामत है हमारी मजलिस. അതെ, മാനവികതയെ ഉണർത്തുക എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയുടെ ശിരസ്സായ കലാപകലുഷിതമായ കാശ്മീരിന്റെ കോടമൂടിയ കരിമ്പാറക്കെട്ടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച കാന്തപുരത്തെ കാശ്മീരി ജനത ആവേശത്തോടെ വരവേൽക്കുന്നത് കാണൂ. സുരങ്കോട്ട് പട്ടണത്തിൽ നടന്ന സ്വീകരണത്തിൽ നിന്ന് उधर ही जाते ना, ना जाए. अच्छा शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब. കഷ്ടതയനുഭവിക്കുന്ന കുഷ്ഠരോഗികൾക്കും പ്രാർത്ഥിക്കാനുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ദീർഘായുസ്സിനു വേണ്ടിയാണ്. പടച്ച തമ്പുരാനെ, ഈ ദുനിയാവില് എന്ത് തെറ്റിയതെല്ലാം പുറത്ത് അന്നേരായ വഴിയിൽ കൂടി ആ പരിശുദ്ധാത്മാവിനെ നീ എന്ന് വിളിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ദുനിയാവിൽ വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം ചെയ്യുമാറാകണേ തമ്പുരാനെ.
എത്രയോ ആളുകൾ നമ്മളെ ആ സ്ഥാപനത്തെ സാമ്പത്തികമായി സഹായിച്ച് ഇനി വിശ്രമിക്കുന്നുണ്ടായി ക്ഷണിച്ചിട്ട് ആ പ്രിയപ്പെട്ടവരെയും ഒന്ന് സഹായിക്കുന്നവരെയും അങ്ങ് ഓർക്കണമേ. നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉസ്താദിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ത്യ രാജ്യത്തിലെ ഉന്നതന്മാരായ ആളുകൾക്കും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. പത്മശ്രീ MA യൂസുഫ് അലിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുന്നത് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഒരു അറബി സഹോദരന്റെ ഓഫീസിന്റെ മുന്നിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന് സംഭാവനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിന്റെ മുഖം ഇന്നും എനിക്ക് ഓർമ്മിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇവിടെ അമ്പലച്ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാംസ്കാരികവും ആത്മീയവും മാനസികവുമായി നിങ്ങളെ ഉയർത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നിങ്ങളെ ഉയർത്താൻ വേണ്ടി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ധരിച്ചു വെക്കരുത് അറബി നാടിൽ നിന്ന് കാശി കൊട്ടക്കണക്കിന് അവിടെ നിങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരികയാണെന്നല്ല. ഓരോ അറബി സഹോദരന്മാരുടെ ഓഫീസിന്റെ മുന്നിലും വീടിന്റെ മുന്നിലും മണിക്കൂറുകളോളം കാത്തിരുന്നുകൊണ്ട് അവരെ മർക്കത്തു സഖാഫത്ത് സുന്നിയെക്കുറിച്ചും ഈ രാജ്യത്തിലെ സുന്നി പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പെട്ടിയിൽ കിടക്കുന്ന കാശ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതെ, ഇങ്ങനെ കാന്തപുരത്തെക്കുറിച്ച് രാഷ്ട്രീയ നായകന്മാരും ഉന്നതന്മാരും ചെറ്റക്കുടിലുള്ളവരും എല്ലാവരും അഭിമാനത്തോടെ വിളിച്ചു പറയുമ്പോൾ ഗത്യന്തരമില്ലാതെ ശൈഖുന കാന്തപുരത്തിന്റെ ശത്രുക്കൾക്ക് വരെ ഇന്ന് സമ്മതിക്കേണ്ടി വന്നു കാന്തപുരം ആരാണെന്ന്. കേൾക്കൂ ഒരു മുജാഹിദ് നേതാവ് പറയുന്നത്. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച KCയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അതെ, ആ കാന്തപുരത്തെ ലോകമെന്ന് അറിയാനുള്ള കാരണം എന്താണ്? ഇതൊന്ന് കാണൂ. കരിപിടിച്ച ശരീരവുമായി അടുക്കളയുടെ അകത്തളങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട അനാഥ ബാലികമാർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഈ അനാഥ ബാലികമാർ കാന്തപുരം ഉസ്താദിന്റെ കാരുണ്യത്തിന്റെ കരസ്പർശമേറ്റ് വളർന്നു വരികയാണ്. പണത്തിന്റെ പളുപളപ്പിൽ ആധുനിക ലോകത്തെ ജനത ചുറ്റി സഞ്ചരിക്കുമ്പോൾ ചപ്പുചവർ കൂനകൾക്ക് സമീപം ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി മെലിഞ്ഞൊട്ടിയ ശരീരവുമായി കുഴിഞ്ഞ കണ്ണുകളുമായി ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കിന് അനാഥ ബാലന്മാർ ഇന്ന് ശൈഖുന കാന്തപുരത്തിന്റെ തണലിൽ വളർന്നു വരികയാണ്. ഇത് വെടിയച്ചകൾ മാത്രം കേട്ടു വളർന്ന കാശ്മീരിലെ അനാഥ ബാലന്മാർ, അവരും ശൈഖുന കാന്തപുരത്തിന്റെ കാരുണ്യ സ്പർശമേറ്റ് മധുരം നുകർന്ന മലയാള മണ്ണിൽ വളർന്നു വരികയാണ്. ഇന്ത്യയുടെ വിവിധ ദിക്കുകളിൽ ശൈഖുന കാന്തപുരം 2000-ലധികം വരുന്ന മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആദർശ വിശ്വാസികളുടെ കരളിന്റെ തുടിപ്പായി, അനാഥകൾക്ക് അത്താണിയായി, ആലംബഹീനർക്ക് അഭയമായി, അഗതികൾക്ക് ആശാ കേന്ദ്രമായി,
ആഗോള പ്രശസ്തനായ ആത്മീയ പണ്ഡിതൻ, അതെ, ആ ആദർശ പോരാളി സമൃദ്ധമായ ഇന്നലകളിൽ നിന്നെടുത്ത പ്രകാശപന്തവുമായി ഇരുളടഞ്ഞ ഇന്നിന്റെ കർമ്മപഥത്തിലൂടെ വീണ്ടും കടന്നു വരികയാണ്. വെളിച്ചമില്ലാത്ത ഊടുപാതകൾ, വഴികളിൽ നിറയെ കാരിമുള്ളുകൾ, എന്നിട്ടും കാന്തപുരം സഞ്ചരിക്കുകയാണ്. കള്ളിമുൾക്കാടുകൾ ഇടതൂർന്ന ഊടുപാതകൾക്കപ്പുറം വെളിച്ചത്തിന്റെ ലോകങ്ങളുണ്ട്, നന്മയുടെ പറുദീസകളുണ്ട്, വിജയത്തിന്റെ വീതികളുണ്ട്, പുരോഗതിയുടെ പൂങ്കാവനങ്ങളുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് കാന്തപുരം. അതിനാൽ ധീരനായ യാത്രക്കാരൻ ഇതാ കേരളത്തിന്റെ മനസ്സകങ്ങളിലൂടെ കടന്നു വരികയാണ്. നമുക്ക് കാത്തിരിക്കാം.